അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഭാരങ്ങളെന്നിൽ ഏറിടുമ്പോൾ ആശ്വാസം തന്ന എന്നേശുവേ. ഭാരങ്ങളെന്നിൽ ഏറിടുമ്പോൾ ആശ്വാസം തന്ന എന്നേശുവേ. കണ്ണുനീരാഴിയിൽ മുങ്ങിടുമ്പോൾ കൈകളാൽ കണ്ണീർ തുടച്ചവനെ, എന്നെ മാറോടു ചേർത്തവനെ. കണ്ണുനീരാഴിയിൽ മുങ്ങിടുമ്പോൾ കൈകളാൽ കണ്ണീർ തുടച്ചവനെ, എന്നെ മാറോടു ചേർത്തവനെ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആമേൻ. ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും അളക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് അനന്തമാണ്, നിത്യമാണ്. ആ സ്നേഹത്തിന് അളവുകളും അതിരുകളും ഇല്ല. ദൈവം ഒരു പിതാവിനെ പോലെയാണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, വഴിതെറ്റിപ്പോകുമ്പോൾ പിന്നാലെ പായുന്ന ഒരു പിതാവിൻ്റെ ഹൃദയത്തെ ഹോശയ്യ 14-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ തിരുവചനം ഇങ്ങനെയാണ്: ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽ ബിംബങ്ങൾക്കും അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യഭാഷങ്ങൾ കൊണ്ട്, സ്നേഹബന്ധങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിസ്സീമമാണെന്ന് യിരെമ്യാ പ്രവാചകനും വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ തിരുവചന ഭാഗമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ
ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. യിരെമ്യാവ് 31:3-4 വാക്യങ്ങൾ എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാമോ? ആമേൻ, ആമേൻ, ആമേൻ. ഈ മക്കൾക്ക് വേണ്ടി തുടിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ് ഇവിടെ നാം കാണുന്നത്. സക്കറിയ പ്രവാചകനും ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പറയുവാനുണ്ട്. സക്കറിയ 2:8 നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം നോക്കുകയെ. യെശയ്യാവ് പെറ്റമ്മയേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 49:15-16 വാക്യങ്ങളിൽ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. യെശയ്യാ 49:15-16 വാക്യങ്ങൾ. മാത്രമല്ല ദൈവത്തെ സ്നേഹമയവനായ ഒരു ഭർത്താവായി യെശയ്യാവ് ചിത്രീകരിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. യെശയ്യാ 54:4-5 വാക്യത്തിലാണ് ആ ദിവ്യമായ മുത്ത് കിടക്കുന്നത്. മലാക്കി പ്രവചനം തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടെയാണ്. എന്താണ് ആ ചോദ്യം? മലാക്കി 1:2 ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. പൊതുവെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ചോദ്യമാണിത്. എങ്ങനെ സ്നേഹിക്കുന്നെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 1 യോഹന്നാൻ 4:9-10 വാക്യത്തിൽ കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് എടുത്തു വായിക്കാം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. അവിടുത്തെ പുത്രനെ തന്നുകൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചത്. ജീസസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള സമ്മാനമാണ് നമ്മുടെ കർത്താവായ യേശു. ആ സമ്മാനം ആർക്കും വാങ്ങിക്കാം. ജാതിമത ഭേദമന്യേ ആർക്കും വാങ്ങിക്കാം. ദൈവത്തിൻ്റെ ശരീരം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പിളർന്നു തന്നു. ഇതിലും വലിയ സ്നേഹം എവിടെ കാണാനാകും? ഭൂമിയിൽ ഒരു രാജാവും തൻ്റെ പ്രജകൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ഒരു ലീഡറും തൻ്റെ പ്രജകൾക്ക് വേണ്ടി, തൻ്റെ അനുയായികൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. അത് നമ്മുടെ കർത്താവ് യേശു മാത്രം. ദൈവം ഒരു പിതാവിനേക്കാളും മാതാവിനേക്കാളും ഒരു ഭർത്താവിനേക്കാളും കൂടുതലായി നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു മഹൽ സ്നേഹത്തിന് പകരമായി നാം എന്തു കൊടുക്കും? പശ്ചാത്താപമുള്ള ഹൃദയം നൽകുമോ? നുറുങ്ങിയതായ ഹൃദയം തന്നെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി. സ്നേഹവാനായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെ ഓർത്ത് നന്ദി കരേറ്റിയും പ്രകീർത്തിച്ചും കൊണ്ട് നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹസമ്പന്നനായ പിതാവേ, അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിനായി നന്ദി പറയുന്നു. പുത്രനെ തന്നുകൊണ്ട് യാഗമായി, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തന്നെ സമർപ്പിച്ച് നാശകരമായ കുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങിൽ നിന്ന് ദൂരെ പോയ ഞങ്ങളെ അങ്ങിലേക്ക് ആകർഷിച്ചടുപ്പിച്ചു. കാട്ടുമരമായിരുന്ന ഞങ്ങളെ വെട്ടിയെടുത്ത് ഒലിവുമരമാകുന്ന ക്രിസ്തുവിനോട് ഒട്ടിച്ചേർത്തതിനായി നന്ദി പറയുന്നപ്പാ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സഭാവ്യത്യാസമെന്നെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായി, ഞങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുന്നവരായി, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി, ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നവരായി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണമേ. ഇടുങ്ങിയ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സർജറി ചെയ്ത് വിശാല ഹൃദയത്തിന് ഉടമകളാക്കണമേ. കല്ലുപോലുള്ള ഹൃദയത്തെ അവിടുന്ന് തൊട്ട മാംസദളമായ
ഹൃദയം ഞങ്ങളിൽ വീണ്ടും വച്ച് പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി, സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെയും വിശാലമാക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യസമയത്തും അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിൽ അവരെ പൊതിയുന്നതിനായി സ്തോത്രം. മക്കൾ സ്നേഹിക്കാതെ അവരോട് വെറുപ്പും വൈരാഗ്യം വിദ്വേഷം കാണിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി തകർന്നു പോകാതെ അവിടുത്തെ സ്നേഹത്തിൻ്റെ വലയത്തിൽ അവരെ പൊതിഞ്ഞു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ദൂരസഞ്ചാരത്തമായ ജോലിക്കായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, കൂട്ടുവിശുദ്ധരെ, ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ദിവ്യ സ്നേഹത്തിൽ അവരെ സൂക്ഷിക്കണമേ. ലോകം തരുന്ന സ്നേഹത്തിന് പുറകെ പോകാതെ അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടോടുവാൻ കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനും റഷ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ സ്നേഹത്താൽ ആ രാജ്യത്തെ നേതാക്കന്മാരെ സ്പർശിക്കണമേ. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ കർത്താവേ, അവിടുത്തെ സുവിശേഷ വേലയുമായി നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും സ്കൂൾ പ്രവർത്തനങ്ങളെയെല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ അവിടുത്തെ വിശുദ്ധരുണ്ടല്ലോ, അവരെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ, അവിടുന്ന് അപ്പോസ്തലന്മാരെ ജയിലറയിൽ നിന്ന് വിടുവിച്ചതുപോലെ നിന്റെ മക്കൾക്ക് വേണ്ടി ഈ വരും ദിവസങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുവാൻ ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. ആനുകാലിക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് അവിടുത്തെ രണ്ടാമത്തെ വരവാണല്ലോ. വിവേകമുള്ള, വിജ്ഞാനമുള്ള കന്യകളായി മണവാളൻ്റെ വരവിനായി ഒരുങ്ങുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തെ ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയെ ആചരണം കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരകാണക്കടലിൽ ഞാൻ വീണെന്നാലും കരം നീട്ടി വന്നെന്നെ ഉയർത്തിയിടുമേ. കരകാണക്കടലിൽ ഞാൻ വീണെന്നാലും കരം നീട്ടി വന്നെന്നെ ഉയർത്തിയിടുമേ. അരികിൽ യേശു എന്നെ അണച്ചിടുമേ. മഹത്വത്തിൽ ഞാൻ എത്തും വരെ, കർത്തൻ അരികിൽ ചേരും വരെ. അരികിൽ യേശു എന്നെ അണച്ചിടുമേ. മഹത്വത്തിൽ ഞാൻ എത്തും വരെ, കർത്തൻ അരികിൽ ചേരും വരെ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ.